ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പം വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ ഉള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ അതൊക്കെ കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞു. വീഡിയോയിലോട്ട് പോയാലോ? നമ്മൾ ഈ പടർത്തി ഇട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? മുന്തിരിയാണ്. ഇഷ്ടംപോലെ മുന്തിരി കായ്ച്ച് നിൽപ്പുണ്ട് ഇതിൻ്റെ അകത്തത്. ഓരോന്നോരോന്നായിട്ട് കാണിച്ച് ഇത് നമ്മുടെ മുന്തിരിയും പാഷൻ ഫ്രൂട്ടും കൂടെ ഒന്നിച്ച് നമ്മൾ പടർത്തിയിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ മുന്തിരി പിടിച്ച് നിൽപ്പുണ്ട്. ആ മുന്തിരി നമുക്ക് പഴുക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല. കാരണം നമ്മുടെ കുഞ്ഞനാണെങ്കിൽ അത് മൊത്തവും പച്ചയാകുമ്പോൾ തന്നെ അവന് പഴുക്കുന്ന ഇഷ്ടമല്ല. പച്ചയ്ക്ക് തന്നെ പിച്ചി അത് മൊത്തവും തിന്നു തീർക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ മുന്തിരി പഴുത്ത് കിട്ടുന്നത് കുറവാണ്. വേറൊരു കൊല മുന്തിരി നിൽപ്പുണ്ട്, അത് കാണിച്ചിരവേ. ഈ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേയേറെ നിൽപ്പുണ്ട്. നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് കൂടെ നിൽക്കുന്നത് കൊണ്ട് എവിടാണെന്ന് എങ്ങനെയാണെന്നൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അടുക്കടുക്കായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാവേ. ഇവിടെയൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ കൂടെ മുന്തിരികൾ കൊലയായിട്ട് നിൽപ്പുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്, അതായത് നമ്മൾ താഴെ കിളിപ്പിച്ചിട്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ട് മുകളിലോട്ട് ഒരു കയറ് കൊടുത്ത് പടർത്തിയിരിക്കുക ഈ മുകളിലോട്ട്. മുന്തിരിയും അതുപോലെ തന്നെയാണ്. മുന്തിരിയും അതിൻ്റെ വള്ളി താഴെയാണ്. ഇതുണ്ടോ, ഇവിടെ നിന്ന് ആ താഴോട്ട് പോകുമ്പോൾ ഇതാണതിൻ്റെ മെയിനായിട്ടുള്ള ഇത്. അത് താഴേന്ന് നമ്മൾ കിളിച്ച് കയറ് കൊടുത്ത് മുകളിലോട്ടിങ്ങനെ പടർത്തിയിരിക്കുന്നതാണ്. നമ്മുടെ മെയിൻ സാധനം നമ്മൾ കാത്ത് കിളിക്കുന്നത് നോക്കി നിന്നാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. അതാണെങ്കിൽ ഇപ്പോൾ 1 വർഷമായി നമ്മൾ നട്ടിട്ട്, ലാസ്റ്റ് ഇപ്പം അത് കിളിച്ചിട്ടുണ്ട്. ഒറ്റൊരെണ്ണേ പിടിച്ചിട്ടുള്ളത്, ഒറ്റൊരെണ്ണേ നമ്മുടെ ഇതിനകത്ത് പിടിച്ചിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, ഒരു സന്തോഷം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയൊരു കന്നാസ് കീറിയിട്ട് ആ കന്നാസിനകത്ത് കുറച്ച് മണ്ണും പിന്നെ കുറേയേറെ കരിയില വിട്ട്, കരിയില മാത്രം നമ്മൾ ഇതിനകത്തിട്ട വളമെന്ന് പറയാം. വേറെ പുറത്തൊന്നോ അങ്ങനെയൊന്നും യാതൊന്നും മേടിച്ചിട്ടില്ല. കരിയില മാത്രം കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുത്തത്. നമ്മുടെ വീട്ടിൻ്റെ മുകളിലോട്ട് ഇഷ്ടം പോലെ മാവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് കരിയിലയൊക്കെ ഇവിടെ തന്നെ കിട്ടും, മേളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തൂത്ത് ഇതിൻ്റെ പുറത്തോട്ടിടും. ഇത് പഴുക്കുന്നതും കാത്തിരിക്കുമോ ഞങ്ങൾ, എന്ന് പഴുക്കും. ഇതെന്ന് പഴുക്കും? 2 ആഴ്ചയായി ഈ കളറ് വരുന്നിട്ട്. എന്ന് പഴുക്കുമെന്നുള്ള, പഴുത്തോ അതോ എന്തോ, അത് പിച്ചാനും തോന്നുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥയായി. ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം 1 വർഷത്തോളമായി നമ്മൾ നട്ടിട്ട്. നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് അതിൽ നിന്ന് തന്നെ അത് കുറച്ച് വലുതായിട്ട് വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ 2 കമ്പ് മുറിച്ച് വേറെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ കാണിച്ചു തരാം.
ഇത് രണ്ടും കൂടെ കിളിച്ചൊന്ന് വന്നാൽ മതിയായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ, എപ്പോഴും പിടിച്ചിരിക്കും. കണ്ടില്ലേ, കാണാവോ? അതെ, ഇതൊക്കെ പച്ചയാണ്. ഒത്തിരി പഴുത്ത് വീണ് പോയി. കുറേയൊക്കെ പഴുത്ത് ഇവിടെ തന്നെ അങ്ങ് വീണ് പോയി. കാണിച്ചുതരാം അതൊക്കെ. ഇതൊക്കെ കണ്ടോ, മാങ്ങ വീണ് പഴുത്ത് വീണ് പോയി കിടക്കുന്നതാണ്. ഇഷ്ടംപോലെ മാങ്ങയുണ്ട്. ഈ മാവിൽ എപ്പോഴും മാങ്ങ കാണും. നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് പിന്നുള്ളതെന്ന് വെച്ചാൽ പേരയ്ക്ക നട്ടിട്ടുണ്ട്. അതിനകത്തൊന്നും പിടിച്ചിട്ടില്ല. അത് പേരയ്ക്ക, പിന്നെ കുറച്ച് ചീരയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചീരയുടെ സമയം കഴിഞ്ഞില്ലേ, അതൊക്കെ അങ്ങ് പോയി. പിന്നെ കറിവേപ്പില, 2-3 കറിവേപ്പില മുകളിലാണ് വെച്ചത്. താഴെയുണ്ട്, കാരണം വെയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ മുകളിലാണ് വെച്ചത്. നമ്മളിവിടെ വഴുതനങ്ങയുണ്ട്. വഴുതനങ്ങ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വഴുതന ആർക്കും ഇഷ്ടമല്ല. ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. എനിക്ക് വേണ്ടി ശിലമ്മ വെച്ച വഴുതനങ്ങ. ഒരു ചെടിയില്ല ഇത്രയും വലിയ വഴുതനങ്ങ. ഇവിടെയും 2. പിന്നെ നമ്മുടെ കറിവേപ്പില, നമ്മുടെ പച്ചമുളകിനകത്ത് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് 3 എങ്കിലും ഇതിവിടെ വേറെ കുറേ ഉണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിലൊരു ചെറിയുണ്ട്. അതെന്ത് ചെറിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ശീലമ്മയുടെ ചെറിയാണെന്നാണ് പറയുന്നത്. അയ്യോ, കണ്ണാടി. അപ്പം അതും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചെറി മരം. ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുഞ്ഞനാണെങ്കിൽ അത് മൊത്തം പിച്ചി തിന്നും. അതിനകത്ത് പച്ച കാണണം. 2 ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ 2 നിൽപ്പുണ്ട്. ഉണ്ടോ? നമ്മൾ നേരത്തെ കണ്ടില്ല നമ്മുടെ മുന്തിരി. ആ മുന്തിരിയുടെ പടർത്തിയത് ഇവിടുന്ന്. മുന്തിരി ഇവിടെ നമ്മൾ കിളിപ്പിച്ച് അവിടുന്ന് നേരെ മുകളോട്ട് കൊടുത്തതാണ്. ചാമ്പയ്ക്കുണ്ട്. ചാമ്പയ്ക്ക മൊത്തം ഇലയൊക്കെ കൊഴിച്ചിട്ട് പുതിയ ഇല വന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ എന്താ, നെല്ലിപ്പുളി, നാരങ്ങ, പിന്നെന്തുവാ, സീതപ്പഴം, ആത്തച്ചക്ക, ഇതെല്ലാം ഉണ്ട്. ഇനി നമ്മുടെ ആത്തച്ചക്ക കാണിച്ചു തരാം. ഈ ക്യാൻസറിനൊക്കെ നല്ലതാണെന്ന് പറയത്തില്ലേ, അത് കാണിച്ചു തരാം. ഇതാണ് ഇതിനകത്ത് കുറേ പിടിച്ചിട്ടുണ്ട്. ഇവിടെ 2 മുകളിലോട്ട് ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വേറൊരു മുന്തിരി നട്ടിരിക്കുന്നതാണ് കേട്ടോ. അത് ഇവിടെ തന്നെ നമ്മുടെ ഈ താഴെ തന്നെ പടർത്തിയിരിക്കുന്ന ആ മുന്തിരിയിലധികമൊന്നും മുന്തിരിയൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ കുറേ കോവയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. കണ്ടോ, കോവയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കോവയ്ക്ക ഈ പുളിമരത്തിലോട്ട് പടർത്തിയിരിക്കുക. ശരിക്കും ആ മുകളിലൊക്കെ കണ്ടോ, മുകളിലൊക്കെ നിൽക്കുന്ന ഇഷ്ടം പോലുണ്ട്. പിന്നെ ഞങ്ങളുടെ പുളിമരം ആദ്യമായിട്ട് ഇത് പിടിക്കുന്നത്. പിന്നെ കരയാൻ തുടങ്ങി ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീട്ടിലെ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.